ഒരു എക്സാം സമയത്ത് നമ്മുടെ കുട്ടികളെല്ലാവരും പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ്, മിസ്സേ എനിക്ക് പഠിക്കണം എന്ന് നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പഠിക്കാനായിട്ട് തീരെ പറ്റുന്നില്ല. ഞാൻ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ നല്ല മാർക്ക് തന്നെ വാങ്ങണം, ഇത്തവണ എക്സാമിന് എന്തായാലും തകർക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ബുക്കൊക്കെ ഇരുന്ന് സെറ്റാക്കിയിരുന്നു ഞാൻ പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ഉറക്കമൊക്കെ വരുന്നു, പിന്നെ അല്ലെങ്കിൽ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഫോക്കസ് കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ് ഒരേ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീരീസോ അല്ലെങ്കിൽ സിനിമയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം ഒക്കെ നിങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. ആ സമയത്ത് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? അതായത് നിങ്ങൾ ഉറക്കം തൂങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഇല്ല അല്ലെ, ഒരിക്കലും തോന്നാറില്ല. കാരണം എന്താണ്, നമ്മൾ നല്ല ത്രില്ലടിച്ച് നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത് രണ്ട് കേസ് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഒരേ ഒരു കാര്യമുള്ളൂ, ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു താല്പര്യം എന്ന് പറയുന്നതാണ് ഇത് രണ്ട് കേസിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഗെയിം കളിക്കാനായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള സിനിമ കാണാനായി കഴിഞ്ഞാലൊക്കെ എന്തായിരിക്കും, നമുക്കത് ഭയങ്കര ഇഷ്ടത്തോടു കൂടെ നമ്മൾ ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് അതെന്ത് ചെയ്യുക, നമ്മളെ എന്റർടൈൻ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ അത് നല്ലോണം അതിൽ എൻഗേജ് ആയിട്ട് പോകുന്നുണ്ട് അല്ലെ. പക്ഷെ അതേപോലെയല്ല നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ അത് നമുക്ക് എന്താണ്, നമുക്ക് എന്തോ ഒരു കഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്തോ പണി ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിലൊന്നും നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. മാത്രമല്ല തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് വേണ്ടേ? ഇനിയും നമുക്ക് കുറെ ക്ലാസ്സുകളും അല്ലെങ്കിൽ കുറെ എക്സാംസ് നമുക്ക് ഇനി മുന്നിൽ നമ്മുടെ കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെ ഇനി അങ്ങോട്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന മക്കളായിരിക്കും നിങ്ങൾ അല്ലെ. അപ്പൊ നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കാതെ പോയിന്ന് വരും അല്ലെ. അപ്പൊ ഈ പ്രശ്നത്തിന് നമുക്കൊരു സൊല്യൂഷൻ വേണം. അപ്പൊ മിസ് ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയാലോ, അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടെ എന്റർടൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ എൻഗേജ് ചെയ്തിരുത്തുന്ന തരത്തിലുള്ള ക്ലാസ്സുകളായി കഴിഞ്ഞാലോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തനിയെ തന്നെ എന്ത് ചെയ്യും, ഒരു ഇൻട്രസ്റ്റ് വരും, ആ ക്ലാസ് കേൾക്കാൻ തോന്നും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ എക്സ്പെരിമെന്റ്സ് കാണിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണിച്ച്, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഡുകളിലൂടെയും ട്രിക്കുകളിലൂടെയൊക്കെ നിങ്ങളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലോ? അപ്പൊ അങ്ങനെ ഇവിടെ നമ്മുടെ ടീച്ചേഴ്സ് റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്റെ കുട്ടികളെ ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുമോ? ഒരിക്കലില്ല. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നല്ല ഇഷ്ടത്തോടെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ക്ലാസ് പോലും മിസ്സാക്കൂല. നിങ്ങൾ അടിപൊളിയായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവസാനം വരെയുള്ള ക്ലാസ് എന്റെ കുട്ടികൾ അടിപൊളിയായിട്ട് കാണും എന്നുള്ള കാര്യത്തിലെ ഷുവർ അല്ലേ? അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ എക്സാം വിന്നറിന്റെ 7ാം ക്ലാസ്സിന്റെ ബാച്ച് ആയിട്ടുള്ള നമ്മുടെ സൃഷ്ടി ബാച്ച് എന്ന് പറയുന്നത്. സൃഷ്ടി ബാച്ചിൽ നിങ്ങൾക്കായിട്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ലൈവ് ക്ലാസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ഷൻസ് ഒക്കെ ചെയ്ത് ടീച്ചേഴ്സ് പറയുന്നതിനൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ടീച്ചേഴ്സ് ലൈവായിട്ട് നിങ്ങൾക്ക് എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാം നിങ്ങൾക്ക് ഇന്ററാക്ഷനിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അതാണ് ലൈവ് ക്ലാസ്സുകൾ. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്, എനിക്ക് ലൈവ് കാണാൻ പറ്റിയില്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പോർഷൻ മിസ്സായി പോയില്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റെക്കോർഡ് ക്ലാസ് കാണാനായിട്ട് സാധിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി പഠിച്ച ടോപ്പിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്ത് കാണാൻ സാധിക്കും. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടി കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാൻ, സ്പീഡ് കുറച്ച് കാണണമെന്നുണ്ടെങ്കിൽ അതും സാധിക്കും. ഇതെല്ലാം നമ്മുടെ ഈ ഒരു റെക്കോർഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, PDF ആയിട്ടുള്ള കംപ്ലീറ്റ് നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും, വർക്ക് ഷീറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും എക്സാംസ്, അതായത് ഓരോ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേക്കും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും നമ്മൾ ഈ ഒരു സൃഷ്ടി ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാച്ചിന്റെ ഫീസ് എത്രയാണെന്ന് അറിയണ്ടേ? ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീസാണ് നമ്മുടെ ഇവിടെ ഈ സൈഡിൽ മിസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പാരന്റ്സിനോടൊക്കെ ചോദിക്കുക, എല്ലാവരുടെ അനുവാദമൊക്കെ ചോദിച്ച്. നിങ്ങൾക്ക് എപ്പോഴും പറയാറുണ്ടല്ലേ, റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ് പറയാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു തീരുമാനം അടിപൊളി ആവട്ടെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഫുള്ള് സെറ്റായിട്ട് അടിപൊളിയായിട്ട് ആദ്യം മുതൽ തന്നെ കുറച്ച് വീതം പഠിച്ചെടുക്കാം. അവസാനമുള്ള ആ ഭയങ്കര കഷ്ടപ്പെട്ടുള്ള പഠിത്തം നമുക്ക് ഒഴിവാക്കാം. അത് നമുക്ക് ഒരു പെർമനന്റ് മെമ്മറിയിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നിർത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആദ്യം മുതൽ തന്നെ കുറച്ച് വീതം പഠിച്ചു. അപ്പൊ ടെൻഷൻ ഇല്ലാതെ എക്സാമിന്റെ സമയമാകുമ്പോഴേക്ക് റിവിഷൻ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ റെഡി ആണോ? അപ്പൊ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ക്ലിയർ ആണ്, സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഈ ഒരു കമന്റ് ബോക്സിൽ പോയിട്ട് കുറച്ച് ഹാർട്ട് ഇമോജീസും കുറച്ച് ഫയർ ഇമോജീസും, നമ്മുടെ സൃഷ്ടി ബാച്ച് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫയർ ഇമോജീസും ഒക്കെ പോന്നോട്ടെ. അപ്പൊ അടിപൊളിയായിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൃഷ്ടി ബാച്ചിൽ കാണാം.